ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരുമ്പോൾ, ശ്രീ അനിൽകുമാർ, ഞാൻ നേരത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം, ഇപ്പോൾ ആകുമ്പോൾ ഏതാണ്ട് ഈ ഓഗസ്റ്റ് മാസം ആകുമ്പോൾ ഒരു വർഷമാകും, ഒരു വർഷം മുമ്പ് അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു വീഡിയോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ കാട്ടിയിരുന്നു. നിശ്ചയമായി ഈ ചർച്ച ഈ സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തലങ്ങളിലേക്ക് കടന്നു വരും. നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സർക്കാർ മുന്നോട്ട് പോവുക. പക്ഷേ അപ്പോഴും ജനങ്ങളോട് വിശദീകരിച്ച ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനൊരു സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് തെളിയിക്കുന്നതാണോ ഈ തീരുമാനം? അതിനെ എങ്ങനെയാണ് CPIM നേതാവ് എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് സംസാരിക്കുക? രണ്ട്, ഈ ഒരൊറ്റ മാറ്റം, ഇപ്പോൾ ബിരുദത്തിൽ 4 വർഷത്തേക്ക് വരുന്നു, അതുപോലെ ഈ പറഞ്ഞ പല ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നേരത്തെ പ്രേംകുമാർ, ഇത് യഥാർത്ഥത്തിൽ ഗുണനിലവാര വർധനവിന് വലിയ മാറ്റം കുറിക്കും എന്ന് പറയാനാകുമോ? ഇന്ന് തിരുക്കൊച്ചി സംയോജനത്തെ തുടർന്ന് ഒരു രാജ്യം ഉണ്ടായ ഒരു ദിവസമാണ് ജൂലൈ 1-ാം തീയതി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് തിരുക്കൊച്ചി സംയോജനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അവരുടെ കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ്. നമുക്ക് കേരളം തന്നെ വേണം. അന്ന് കോൺഗ്രസ് എടുത്ത മുദ്രാവാക്യം ഉത്തർപ്രദേശ് പോലൊരു ദക്ഷിണപ്രദേശ് ഉണ്ടായാൽ മതി, മലബാർ അതിൻ്റെ ഭാഗമാകണം. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന ഒരു കേരളം, ഒരു പുതിയ കേരളം. ആ പുതിയ കേരളത്തെ ഇന്ന് നവകേരളമാക്കി മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിബദ്ധതയോടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് 4 വർഷ ബിരുദ കോഴ്സ് എന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. 4 വർഷ ബിരുദ കോഴ്സിന് ന്യായം എന്താണ്? ഒന്ന്, കേന്ദ്ര സർക്കാർ തന്നെ 4 വർഷ ബിരുദ കോഴ്സ് എന്ന നിലയിലേക്ക് അതിൻ്റെ സംവിധാനങ്ങളെ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതേപടി പകർത്തുകയല്ല കേരളം ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും അവിടെയെല്ലാം 4 വർഷ ഡിഗ്രി കോഴ്സുകളാണ് ഉണ്ടാവുന്നത് എന്നുകൊണ്ട് തന്നെ നമ്മുടെ സർവകലാശാലകളിലെ 3 വർഷ കോഴ്സുള്ളവർക്ക് അവിടെ ചേരാനാവുന്നില്ല. ഇതൊരു പ്രശ്നമായിരുന്നു. എഞ്ചിനീയറിംഗിൻ്റെ ഡിഗ്രി 4 വർഷ കോഴ്സ് ആയതുകൊണ്ട് യാന്ത്രികമായി എഞ്ചിനീയറിംഗ് പാസ്സായവരെയെല്ലാം അവിടേക്ക് ജോലിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് ഡിഗ്രി കോഴ്സുകളിലുള്ളവർ പുറന്തള്ളപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഡിഗ്രി കോഴ്സുകൾ തന്നെ അനാകർഷകമായി. ഇവിടുന്ന് കുട്ടികളാണെങ്കിൽ നേരിട്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഡിഗ്രി ഉള്ള കോളേജുകൾ തന്നെ, വളരെ പ്രശസ്തമായ കോളേജുകൾ തന്നെ അപ്രസക്തമായി. ഇതിനെ പരിഹരിക്കാൻ UGC കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങളെ കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ കേരള സമൂഹത്തിൻ്റെ പുതിയ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ രൂപത്തെ കേരളത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വിളക്ക് ചേർത്ത് പുനർസൃഷ്ടിക്കുക എന്ന ഏറ്റവും മനോഹരമായ മനോജ്ഞമായ ഒരു പ്രവർത്തനമാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി നടത്തിയത്. ഇവിടെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ വിവാദങ്ങളില്ലാത്തതുകൊണ്ട് മറ്റ് മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിവാദത്തിന് അതിൻ്റെ അകത്തൊരു ഇട കിട്ടിയിരുന്നെങ്കിൽ ഈ 4 വർഷ കോഴ്സിനെതിരെ വല്ല കോലാഹലം ഇവിടെ നടന്നു പോയേനെ. 2 വാദങ്ങളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി 4 വർഷം പറഞ്ഞു, കേരളവും നടപ്പാക്കി. പിണറായി വിജയൻ നരേന്ദ്രമോദി പറയുന്ന പോലെ പോവുകയാണ്. ഇതാണ് ഒരു വാദം. 2, KSU എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് നടപ്പാക്കി. ഒരു ധൃതിയില്ലല്ലോ. മോദി പറയുന്ന 4 വർഷ കോഴ്സല്ല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിലാദ്യമായിട്ടാണ് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ +1 ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏകജാലക സംവിധാനം എത്ര ഫലപ്രദമായി. ഇപ്പം മലപ്പുറത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്, സത്യമായ തർക്കമാണ്. അതിന് സർക്കാർ പരിഹാരം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ആ അഡീഷണൽ അലോട്ട്മെൻറ്റുകൾ 2 കൂടെ പൂർത്തി കഴിച്ചാൽ ഇനിയും വേണോ? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ട് അച്ചടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞു. എന്താണ് കേരളത്തിലെ അക്കാഡമി രംഗത്തെ ഈ മാറ്റം? സ്കൂളുകളുടെ നിലവാരം ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു. ഇത് ചെറിയ മാറ്റമല്ല. ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ദി മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, അതാരാണ്? കേരളമാണ്. 1956 മുതൽ 2024 വരെയുള്ള ഒരു 75 ഒരു 10-60 വർഷക്കാലത്തെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിലൂടെ എന്താ കാണുന്നത്? ഈ 8 വർഷം കേരളത്തിൽ നടന്ന മിറക്കിൾ എന്താണ്? ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് എന്താണ്? നിങ്ങളുടെ മുൻഗണന മാറ്റണം. എന്താ നിങ്ങളുടെ മുൻഗണന?
ഇത്രയും നാളും നയനാർ സർക്കാരിനെ കുറിച്ച് LDF സർക്കാരിനെ കുറിച്ച് പറയുന്നു നിങ്ങൾ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നു, വികസനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം എന്താ പറയണത്? വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾ ധാരാളം ചെയ്തല്ലോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ ക്ഷേമത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ഊന്നേണ്ടത് ക്ഷേമത്തിലാണ്. സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങളിൽ ചെറിയ കുറവുകൾ വന്നത് തിരുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വികസനത്തെ കൈവിടാൻ പറ്റുമോ? ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കാപ്പക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം. ഏത് കേരളം? ഈ കേരളം തകരുകയാണ് എന്ന് വാദിക്കുന്നവരുടെ മുമ്പിലാണ്. ഇന്ത്യ രാജ്യത്ത് കൊട്ടക്കണക്കിന് പദ്ധതികളാണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. അടൽ സേതു സംസ്ഥാനത്തിൻ്റെ പണമാണോ? ഗുജറാത്തിൽ നിന്നുള്ള അഹമ്മദാബാദ് ബോംബെ ബുള്ളറ്റ് ട്രെയിൻ സംസ്ഥാനത്തിൻ്റെ പണമാണോ? ദില്ലി പ്രഗതി മൈതാൻ അവിടുത്തെ ടണൽ പദ്ധതി സംസ്ഥാനത്തിൻ്റെ പണമാണോ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോടാനുകോടി രൂപയാണ് ഇന്ത്യ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, റെയിൽവേ മേഖലയിലടക്കം. കേരളത്തിൽ മാത്രമേ അതില്ലാതുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാഞ്ഞിട്ടും കേരളത്തിൻ്റെ പണം കേന്ദ്രം വാങ്ങിച്ചിട്ടാണ് ദേശീയപാത കൊണ്ടുവന്നതെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ രാജ്യത്ത് സംസ്ഥാന നിലവാരത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടപ്പാക്കിയ സംസ്ഥാനമാണ് രാജ്യത്ത്. അതാണ് ദി മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയായി കേരളത്തെ വെക്കുന്നത്. കേരളം അതിൻ്റെ ക്ഷേമ നടപടികളിലെ മനുഷ്യ വികസന കഴിവുകളിലെ ഏറ്റവും ഉയർന്ന നിലവാരം കൈവരിക്കുമ്പോഴും എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്? ഇവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കേരളം പിന്നിലായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസ്താവന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കേരളത്തിൻ്റെ ശമ്പളം, പെൻഷൻ, പലിശ ഇത് മൂന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങാതെ പലിശ തീർപ്പാക്കാനാവില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വികസനത്തിനൊരു വെള്ളി രൂപ ഖജനാവിൽ മിച്ചമില്ല. ശമ്പളം, പെൻഷൻ കഴിഞ്ഞ് പിന്നെ പലിശ കൂടെ കൊടുത്താൽ 4000 കോടി രൂപ അതിനുകൂടി കടമെടുക്കണം എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 8 കൊല്ലത്തെ പിണറായി സർക്കാർ നടപ്പാക്കിയത്. അതുകൊണ്ട് പല തിരുത്തലുകളുമാകേണ്ടതുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതുകൊണ്ട് തലകുനിച്ചിരിക്കേണ്ട ഒരു ഗവൺമെൻറ് അല്ല പിണറായി സർക്കാർ. അഭിമാന പുരസരം 10 കൊല്ലക്കാലത്തെ പെർഫോമൻസ് പറയുമ്പോൾ ഒരു UDFനും ഒരു കോൺഗ്രസിനും ഒരു BJPക്കാരനും ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റുകൾക്ക് പറയാനാവുന്ന ഉയരം. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നോക്കൂ. ആ ഗവൺമെൻറ്റുകൾക്ക് ചരിത്രത്തിൽ ഉജ്ജ്വലമായ സ്ഥാനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഉജ്ജ്വലനായ നേതാവ് ഫിദൽ കാസ്ട്രോ കോടതിയിൽ നിന്ന് പറഞ്ഞാണ്, ചരിത്രം എന്നെ കുറ്റക്കാരനില്ലെന്ന് വിധിക്കും, ചരിത്രം ഞങ്ങളെ കുറ്റക്കാരനില്ലെന്ന് വിധിക്കും. 8 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കേരളീയ പൊതുസമൂഹത്തിൽ അഭിമാന പുരസ്സരം പറയുന്നു, ചരിത്രം ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ കുറ്റക്കാരല്ലെന്നാണ് വിധിച്ചിട്ടുള്ളത്. വിമോചന സമരം കൊണ്ട് പുറത്താക്കപ്പെട്ട EMS സർക്കാർ കുറ്റക്കാരായിട്ടല്ല ഇന്ന് കേരളം കാണുന്നത്. പെൻഷൻ പദ്ധതികൾ ആരംഭിച്ച നയനാർ സർക്കാർ കുറ്റക്കാരായിട്ടല്ല കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ആദ്യമായി IT പാർക്ക് ആരംഭിച്ച നയനാർ സർക്കാർ 4ാമത്തെ IT നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ വികസനം 4th സ്റ്റേജിലേക്ക് കുതിച്ചു കയറുകയാണ്. ഒറ്റ വാക്കൂടെ പറയട്ടെ, ആ കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെ ഒന്ന് പോയി നോക്കൂ. പുതിയ കേരളം കാണാം, ഒരു പുതിയ ലോകം കാണാം. അത് ഇന്ത്യ മുഴുവൻ, ഈ കേരളം മുഴുവൻ എത്തിക്കാൻ ഉള്ള പ്രവർത്തനത്തിലാണ് LDF. അത് ആര് മറയ്ക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ മനുഷ്യർ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് LDFൻ്റെ ആത്മവിശ്വാസം.